People call me Dude. He is the dude. സുലൈമാൻ ദാമോദരൻ ഉണ്ണിമകൻ ടിൽമൻ എടക്കുത്തി. People call me Dude. He is the dude. സുലൈമാൻ ടൈമാണ് എന്റെ ജീവിതത്തിലോട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണത്. വെട്ടണം, തുടിക്ക ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. ഞാൻ ഇതുവരെ കണ്ട പുരുഷന്മാരിൽ വൺ ഓഫ് ദി ഒരുപാട് ഹാൻസം ആൾക്കാരിൽ ഒരാളാണ് വിനായകൻ ചേട്ടൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും തൊലി നിറത്തെ വെച്ചിട്ടായിരിക്കരുത് ഒരാളുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ കഴിവോ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത്. വിനായകൻ ചേട്ടൻ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, കുറച്ച് എക്സെൻട്രിക് ആയിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അത് എവിടെ പോയാലും അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇരിപ്പിലും നടത്തത്തിലും അവാർഡ് കിട്ടുമ്പോഴും എവിടെ പോയാലും. അപ്പം നമ്മൾ പേഴ്സണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ സൗന്ദര്യം കൂടുന്നത്. സോ ഈസ് എ വെരി ഗുഡ് லுக்கிங் പേഴ്സൺ. பட் மெயின் வந்து அது வில்லன் கேரக்டர், அதுதான் ரொம்ப ரொம்ப இம்பார்ட்டன்ட் கேரக்டர் இதில். ஸோ அந்த மில்லன் கேரக்டர் வந்து யார் பண்ணணும் சார்? ஒன்று யாராவது ஒரு பெரிய ஸ்டார் பண்ணணும், இல்லைன்னு யாராவது புதுசாக பண்ணணும். பண்ணவங்களே பண்ணால் நல்லா இருக்காது. அது நார்த் இந்தியன் ஆர்டிஸ்ட் கூட போட்டால் நல்லா இருக்காது, இன்னும் லோக்கல் வில்லன் அது. அப்போ நான் வந்து அவருங்களை வந்து ஒரு சஜஸ்ட் பண்ணாங்க ஒரு பேர், பெரிய ஸ்டாரு, சவுத் ஸ்டாரு, எக்ஸலண்ட் டேலண்ட் ஆர்டிஸ்ட்டு, எனக்கு ரொம்ப நல்ல ஃப்ரெண்டு. அவர் பண்ணால் எப்படி இருக்கும் அப்படின்னு சொல்லி நெல்சன் கேட்டார். சூப்பராக இருக்கும், எக்ஸலண்ட்டாக இருக்கும் அப்படின்னு சொல்லிட்டு எல்லாம் அலசி ஆராய்ச்சி ஒரு விநாயகம் அப்படின்னு சொல்லிட்டு நான் பார்த்துருக்கேன்னு சொல்லி அந்த கெட்டப்பை வந்து காமிச்சார். அந்த படம் நீங்கள் படம் பாருங்கள், அந்த விநாயகம் பாருங்கள். പിന്നെ അവിടെ വന്ന് കാര്യങ്ങളുള്ളാക്കണോ? സംസാരിച്ചേ സംസാരിക്കണോ? രണ്ടു ബാക്കി രസമുള്ളൂ. എല്ലാവരും ഒരു ദിവസം പിരിഞ്ഞു പോകും. അപ്പോൾ ബാക്കിയുള്ള നമ്മളെല്ലാവരും കൂടി അവർക്കൊരു നല്ലൊരു യാത്രയയപ്പ് കൊടുക്കണമല്ലോ. അങ്ങനെയൊക്കെ അല്ലേ? ഇല്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ മനുഷ്യരെന്നൊക്കെ പറഞ്ഞ് ജീവിക്കണത്? എനിക്കൊന്നും പറയാൻ പറ്റില്ല സാർ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം എന്റെ ജീവിതം എല്ലാം ഞാനാണ് നശിപ്പിച്ചത്. നിന്റെ സഹതാപം, സ്നേഹം, എനിക്ക് സഹതാപ സ്നേഹം വേണ്ട, എനിക്കത് വേണ്ട.
ഞാൻ പോയി വരുമ്പോ നിന്നെ ഇവിടെ കാണാൻ പാടില്ല, നീ അവൻ്റെ കൂടെ പോയിക്കൊള്ളണം. സുഹൃത്തുക്കളെ, ഇത് ഹൈദർ, ദ്വീപുകാർക്ക് ശുരാവൈദ്രു. കടലിൽ ജനിച്ച് കടലിൽ വളർന്നവൻ. പണ്ട് പേറ്റുനോവെടുത്ത് സഹിക്കവയ്യാതായ ഒരു നട്ടപ്പാതിരയ്ക്ക് അവൻ്റെ ഉമ്മ തിത്തുമ്മ കടലിലേക്ക് ഇറങ്ങിച്ചെന്ന് കടലിൽ പെറ്റിട്ട ദ്വീപിൻ്റെ കറുത്ത മുത്ത്. വേറൊരുത്തിന്റെ കയ്യിലിരിക്കണ കാശ് നമ്മുടെ പോക്കറ്റിൽ എത്തിക്കുന്നതല്ലേ ഈ കച്ചവടം. അതൊരു കലയല്ലേ? അതിന് ഈ കലി കൊണ്ട് വല്ല കാര്യണ്ടടാ? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെ വല്ല സാത്താനോ അല്ല യൂദാസിന്റെ മോന്റെ മോനോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയാവും. യൂദാസ് ആവുമ്പോ കർത്താവ് പൊറുക്കുകയും ചെയ്യും. പിന്നെ വിവാദമാണെങ്കിൽ വിനായകൻ എല്ലാരും നല്ലതല്ലേ? പ്രതിനായക വേഷത്തിൽ എല്ലാരും നല്ലതല്ലേ? വിനായകനൊക്കെ നല്ല നടന്മാരല്ലേ? അതിനെന്തോ തർക്കം? അതിലൊന്നും ഒരു തർക്കമില്ല. എന്റെ കൂടെ പറഞ്ഞവരെല്ലാം ചെന്നൈക്കുള്ള എൻ്റെ ക്യാരക്ടർ ഒരു കടലിലെ ഷാർക്ക് ഹണ്ടറായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്തതെല്ലാം നീന്തലറിയാതെ ഉൾക്കടലിലോട്ടെടുത്ത് ചാടുകയാണ് ചെയ്തത്. ആരെന്ത് ചോദിച്ചാലും നമ്മൾക്ക് എന്താ ഗുണം എന്ന് ചോദിക്കാനായിട്ട് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. നന്ദിയായി. ആ സമയത്ത് ബാഗ് മാറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയാനെ. ഭായ് ഇഞ്ചി മിഠായി കച്ചവടക്കാരനാണ്. ഇതുകൊണ്ട് എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? ജീവിതഭാരമേറെ കുഴിയിൽ താണുപോയവൻ ഒരു പർവ്വതത്തിന് താഴെ വന്ന് അവന്റെ മോക്ഷത്തിന് അവന്റെ സൗഖ്യത്തിനായി കൈകൾ നീട്ടുമ്പോൾ ആ മലയുടെ മുകളിൽ ഇരുന്ന് കയറി വാടാ മക്കളെ എന്ന് പറയുന്ന ദൈവമല്ല എന്റെ ദൈവം. പകരം നീ ഇരിക്കുന്ന കുടിലോട്ട് ഇറങ്ങി വന്ന് നിന്റെ ഭാരങ്ങൾ ഇറക്കി വെച്ച് നിന്റെ വേദനയിൽ നിന്നോടുകൂടി ഇരിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ കുറിച്ചാണ് മക്കളെ ഞാൻ സംസാരിക്കുന്നത്. ஜெயிலர் படத்துல எனக்கு விநாயகனை கண்டப்போ பகுமானம் தோணி. த்ரூ அவுட் ரஜினிகாந்த் போல ஒரு லெஜண்ட் ഓപ്പോസിറ്റ് ആയിട്ട് ഇത്രയും വലിയ ക്യാരക്ടർ ചെയ്തപ്പോൾ ബഹുമാനം തോന്നി. ഞാൻ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. സത്യവും ഞാനാണ്, അസത്യവും ഞാനാണ്. അർജുന ഒന്നും നോക്കണ്ട, ബാണം വലിച്ചു വിട്ടു അപ്പൂപ്പൻ്റെ നെഞ്ചിൽ തളച്ചു കയറട്ടെ എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ ഉത്തരം. നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കുന്നുണ്ടെന്നൊന്ന് നിങ്ങളോട് ആലോചിച്ച് നോക്കിയാൽ എന്ത് മോശമാണല്ലോ നിങ്ങൾ ചിന്തിച്ചു കൂട്ടണത്. സത്യം പറ അല്ലേ? ആണ് എല്ലാ വ്യക്തികളും എന്ത് മോശമൊക്കെ ഇരിക്കുന്നല്ലോ ചിന്തിച്ചു കൂട്ടണത്. എന്നിട്ട് നമ്മൾ ആർക്കോ വേണ്ടി മുമ്പിൽ വന്നിട്ട് സോക്കറ്റ് പിടിച്ചിട്ട്